നമസ്കാരം. 40 വയസ്സ് അല്ലെങ്കിൽ 38 വയസ്സ് കഴിയുന്നവർ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോഴും കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ ബുക്ക് വായിക്കുമ്പോഴും എല്ലാം ഒരു ക്ലാരിറ്റി ഇല്ലായ്മ. അതിന് കാരണം മറ്റൊന്നുമല്ല, വെള്ളെഴുത്താണ്. അതിനൊരു സൊല്യൂഷൻ കണ്ണട വെക്കുക എന്നത് മാത്രമാണ്. അല്ലാതെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല. പണ്ട് കാലത്ത് ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ബൈഫോക്കൽ അല്ലെങ്കിൽ KBF ലെൻസുകളായിരുന്നു മാർക്കറ്റിലുണ്ടായിരുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, പലരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ അച്ഛനപ്പൂമാരും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈഫോക്കൽ ലെൻസുകളാണ്. ഇത് കണ്ടോ, അടിഭാഗത്ത് ഇതേപോലെ ഒരു റൗണ്ട് പോലെയും വെള്ളിലേക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ടൈപ്പ് ലെൻസാണ്. ഇതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. ഇത് വെച്ച് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് കുഴി പോലെയൊക്കെ തോന്നും. അതുപോലെ ഇത് വെച്ച് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ ഇത് വെച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. പിന്നെ ടെക്നോളജി മാറി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി. അതിൻ്റെ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് വന്നൊരു പ്രൊഡക്റ്റാണ് പ്രോഗ്രസീവ് ലെൻസുകൾ. ഇതിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ 2 പവറുകൾ മാത്രമല്ല, ഒരു ഇന്റർമീഡിയറ്റ് പവറും കൂടി ഉണ്ട്. അതായത് മുകൾ ഭാഗത്ത് നമുക്ക് ദൂരത്തേക്ക് കാണാനും അടിഭാഗത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വായിക്കാനും കാര്യങ്ങൾക്കുള്ള പവറും ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്ത് ആ ഒരു കട്ടിങ് നമുക്ക് കാണാൻ സാധിക്കില്ല. പകരം ഇതിനകത്തൊരു ഇന്റർമീഡിയറ്റ് എന്നൊരു പവറും കൂടിയുണ്ട്. ഇത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആ ഒരു വിഷൻ കറക്റ്റ് ചെയ്യാനും ഇതിൻ്റെ നേരത്തെ പറഞ്ഞ ബൈഫോക്കൽ ലെൻസിൻ്റെ പോരായ്മകൾ പരിഹരിക്കാനും വേണ്ടിയാണ് ഈ ഒരു ടെക്നോളജി, ഈ ഒരു പ്രൊഡക്റ്റും മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ കാരണം. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആദ്യമായി കണ്ണട വെള്ളെഴുത്ത് കാരണം കണ്ണട വെക്കുന്നവർ തീർച്ചയായിട്ടും പ്രോഗ്രസീവ് ലെൻസുകൾ പരിഗണിക്കണം. കാരണം ബൈഫോക്കൽ ലെൻസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പിൽക്കാലത്ത് കുറച്ച് കാലത്തിന് ശേഷം പിന്നീട് പ്രോഗ്രസീവ് ലെൻസിലേക്ക് സ്വിച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമുക്ക് അഡാപ്റ്റേഷൻ ഇഷ്യൂസ് ഭയങ്കരമായിട്ട് വരും. അപ്പോൾ പുതിയ ടെക്നോളജിയാണ്, പുതിയ പ്രൊഡക്റ്റാണ്, കുറച്ചുകൂടി നമ്മുടെ കൺവീനിയൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും പ്രോഗ്രസീവ് ലെൻസുകൾ പരിഗണിക്കാൻ ശ്രമിക്കുക.